ഗായ്സ്, വെൽക്കം ബാക്ക് ടു AJ ട്രിപ്പിൾസ്. ഇന്നൊരു പുതിയ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റേഷൻസ് ഒക്കെ PPT എങ്ങനെ 1 മിനിറ്റിലും 2 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് ടൈം എടുക്കുന്നൊരു കാര്യമാണ്. അതിപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ AI വന്നതോടുകൂടി വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ലോണം ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും അതേമാതിരി തന്നെ മറ്റ് ജോബ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടൂളായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആ ടൂൾ ഏതാണെന്ന് അത് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടൂൾ ഏതാണെന്ന് നോക്കാം. ആ ടൂളാണ് ഗാമ എന്ന് പറഞ്ഞാണ് ആ ടൂളിൻ്റെ പേര്, gama.app. ഇപ്പം നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട് ഗാമ എന്നടിച്ചു കൊടുത്താൽ മതി, ഗാമ ആപ്പ്. അപ്പോൾ അത് ഫസ്റ്റ് വരുന്ന സൈറ്റ് ഏതാണോ ആ സൈറ്റിൽ ഇതാണ് അതിൻ്റെ സിമ്പിൾ, ഇതാണ് ഗാമ. ഇതാണ് ഗാമയുടെ പേജ്. ഇവിടെ നമുക്ക് ഗാമയുടെ പ്രൈസിങ് ഉണ്ട്. ഇത് പെയ്ഡ് ആയിട്ടുമുണ്ട്, ഫ്രീ ആയിട്ടുമുണ്ട്. അപ്പം നമുക്ക് ഫ്രീ മതി. ഒരു മാസമൊക്കെ നമുക്ക് PPT ജനറേറ്റ് ചെയ്യാനായിട്ട് ഫ്രീ മതിയാവും, ധാരാളമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെയിൽ ചോദിക്കും. ഈ മെയിലിൽ നമുക്ക് നമ്മുടെ മെയിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ടൂൾ ഉപയോഗിക്കുകയാണ്. അതിൻ്റെ പേര് ടെംമെയിൽ എന്നാണ്. ഇത് നമുക്ക് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യാവുന്നൊരു മെയിലാണ്. നമ്മുടെ മെയിൽ ID കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇവരുടെ ആഡുകളും ഇവരുടെ പ്രൊമോഷൻസും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിലിലേക്ക് വന്ന് പിന്നെ അത് വളരെ പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടെമ്പററി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒരു സൈറ്റാണിത്, ടെമ്പററി മെയിൽ അഡ്രസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇതിൽ പോയിട്ട് ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്തു ഞാൻ അഡ്രസ്സ്, ദെൻ ഇതോടെ പേസ്റ്റ് ചെയ്യുന്നു, ദെൻ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്ന് അടിക്കുന്നു. അപ്പോൾ ഇവർ പറയും കൺഫേം ദ ഇമെയിൽ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇമെയിലിൽ ഇൻബോക്സ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആ മെയിൽ വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് ഏത് സൈറ്റിൽ വേണമെങ്കിലും ഈ ടെമ്പററി മെയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ടെമ്പററി മെയിൽ അത് ക്ലിക്ക് ചെയ്തു. ദെൻ അവർ വെരിഫൈ യുവർ ഇമെയിൽ അഡ്രസ്സ്, വെരിഫൈ കൊടുത്തു. അപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇനി ഇത് ആവശ്യമില്ല. ഇനി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണ്. ഞാൻ അവിടെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് പാസ്വേഡിൽ ഒരു 5 അക്കം, പിന്നെ ഒരു സിമ്പിൾ വേണം, ഒരു ലോവർ കേസ് ക്യാരക്ടർ വേണം, ദെൻ ഒരു അപ്പർ കേസ് ക്യാരക്ടർ വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തെന്നുള്ളൂ. ദെൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കും. നമ്മൾ പേഴ്സണൽ യൂസിനായിട്ടുള്ളതുകൊണ്ട് പേഴ്സണൽ കൊടുക്കുക. ദെൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇവിടെ പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാനൊരു അതർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിവിടെ വരുന്നതിലാണ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂള്. ഇവിടെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രസൻറ്റേഷൻ വെബ്സൈറ്റ് ഡോക്യുമെൻ്റ് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പം ഇത് PPT ക്രിയേറ്റ് ചെയ്യാനുള്ളത് മാത്രമാണ്. അപ്പം ഞാനിപ്പോൾ അതിൻ്റെ ടൂൾ മാത്രമാണ് ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും ഒരു ടോപ്പിക് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ചൊരു PPT ആണ് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ ടോപ്പിക് ഇവിടെ എന്താണോ ആ ടോപ്പിക് ഇവിടെ അടിച്ചു കൊടുക്കുക. ദെൻ ജനറേറ്റ് ഔട്ട്ലൈൻ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ ബേസ് ചെയ്തിട്ടൊരു 8 PPT സ്ലൈഡ്സ് ജനറേറ്റ് ചെയ്യാനുള്ള കണ്ടൻറ്റ് അവർ തന്നെ തരും. നമ്മളിവിടെ ഏത് ടോപ്പിക് അടിച്ചു കൊടുത്താലും വരും കേട്ടോ. നമുക്കിവിടെ ഇത് മാറ്റിയിട്ട് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ജനറേറ്റ് ഔട്ട്ലൈൻ കൊടുക്കുക. നമുക്കിവിടെ ജനറേറ്റ് ആയി വരും. ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഇവിടെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കാർഡ് റിമൂവ് ചെയ്ത് കളയാം. ഇപ്പം റിമൂവ് ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ 6 സ്ലൈഡ്സ് ഉള്ളൊരു PPT ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 400 ക്രെഡിറ്റ്സ് നമുക്ക് മന്ത്ലി ഉണ്ടാവും. ഇത് വളരെ ധാരാളമാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ എനിക്കിവിടെ 6 കാർഡ്സിന് 40 ക്രെഡിറ്റാണ് യൂസ് ആവുന്നത്. അപ്പോൾ നമുക്ക് 400 ക്രെഡിറ്റ്സ് ഉള്ളതുകൊണ്ട് 10 PPT ജനറേറ്റ് ചെയ്യാനുള്ള ഉണ്ടാവും.
അപ്പോൾ നമുക്ക് ഇവിടെ ടീം സെലക്ട് ചെയ്യാൻ പറയാണ്. നമുക്കിവിടെ ഏതെങ്കിലും നല്ല ടീംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഒരുപാട് ടീംസ് ഉണ്ട്. അപ്പോൾ അതിൽ നല്ലൊരു ടീം നോക്കിയിട്ട് സെലക്ട് ചെയ്യാം നമുക്ക്. ഞാനിപ്പോൾ ഈ ടീം സെലക്ട് ചെയ്യാണ്, ഫ്ലമിംഗോ. ഇതിൻ്റെ കളറൊക്കെ നല്ല രസമുണ്ട് കാണാൻ. എന്നിട്ട് ജനറേറ്റ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ജനറേറ്റ് ആയി. ഇനി നമുക്ക് ആ ജനറേറ്റ് ആവുന്ന ആ ഒരു മെക്കാനിസം നോക്കാം. എന്ത് ഫാസ്റ്റായിട്ടാണ് PPT ക്രിയേറ്റ് ആയി വരുന്നത് അല്ലേ. അപ്പോൾ ഇതേമാതിരി നമുക്ക് എന്ത് യൂസേജിന് വേണ്ടിയിട്ട് നമുക്ക് PPT ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ടൂൾ യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് AI ആയതുകൊണ്ട് നമുക്ക് ഇമേജസും കാര്യങ്ങളെല്ലാം കിട്ടും. നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ സ്ലൈഡ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇമേജസ് ക്വാണ്ടം ഫിസിക്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഇമേജസ് ഒക്കെയാണ്. ഇതൊക്കെ AI ജനറേറ്റഡ് ഇമേജസ് ആട്ടോ. പിന്നെ അതിൻ്റെ ഓരോ സ്ലൈഡിലും ഇത് വളരെ നല്ലൊരു ടൂളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. പിന്നെ ഇതിൻ്റെ നമുക്ക് ടെമ്പററി മെയിൽ വെച്ചിട്ട് എത്ര പ്രസൻറ്റേഷൻസ് വേണമെങ്കിലും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതൊരു ടിപ്പാണ്, ഒരു ട്രിക്കാണ്. നിങ്ങൾക്കത് ഉപകാരപ്പെടും. നിങ്ങളത് എപ്പോഴും വേറെ ടെമ്പററി മെയിൽ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പർച്ചേസ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാം. മിസ്യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രസൻറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ PPT ഉണ്ടായി കഴിഞ്ഞു. ഇനി അത് നമുക്ക് ഓരോ പേജായിട്ട് സ്ലൈഡ് ചെയ്ത് നോക്കാം. റൈറ്റിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പേജ് അതിൻ്റെ അനിമേഷൻ അടക്കമുണ്ട്. നമ്മളൊരു സ്ലൈഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂറൊക്കെ എടുക്കും, അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ടൈം എടുത്തു വരും ഇങ്ങനത്തെ ഒരു PPT ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ, പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ തന്നെ PPT നമുക്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 5ാമത്തെ സ്ലൈഡ് എത്തി. 6ാമത്തെ സ്ലൈഡ്, ഇതാണ് 6ാമത്തെ സ്ലൈഡ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം, PowerPoint ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം, PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് PPT ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഇനി അവർ ഇമെയിൽ ചെയ്ത ലിങ്ക് ആണെന്നുണ്ടെങ്കിലും നമുക്കത് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് റീഫ്രഷ് അടിക്കുക. PPT അവർ മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ഉണ്ടാവും. റിഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ഇൻബോക്സിൽ ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. ഇത് കുറച്ച് നേരത്തെ നമുക്കിവിടെ ഈ ടെമ്പററി മെയിലിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, മെയിൽ അയച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓ, അവർ മെയിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗാമ PPTX ഈസ് റെഡി. ഇവിടെ നമുക്ക് PPT ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എക്സ്പോർട്ട് ചെയ്ത് കിട്ടേണ്ടതാണ്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, അവരുടെ സൈറ്റ് ചിലപ്പോൾ ലാഗായതായിരിക്കും. എന്തായാലും നമുക്കിവിടെ വ്യൂ PPTX കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് PPT ഇവിടെ ഡൗൺലോഡായി PowerPointൽ. ഓക്കെ, PPT ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ ശരിക്കും നമുക്ക് ഒറിജിനൽ PPT ജനറേറ്റ് ചെയ്ത് കിട്ടിയ മാതിരി തന്നെ ഉണ്ട്. അപ്പോൾ ഈ ടൂളൊന്ന് എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.